ഹലോ എവ്രി വൺ, വെൽക്കം ടു ലേൺ ഫേസ് ക്ലാസ്സസ്. നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? ഫ്രഞ്ച് റവല്യൂഷൻ ആണ് അല്ലേ? അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനെ നമ്മൾ ഫസ്റ്റ് കുറച്ച് പഠിച്ചു. അടുത്ത് ഇന്ന് രണ്ടാമത്തെ സെക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രം ഫ്രാൻസ് ടു അതർ നേഷൻസും നെപ്പോളിയൻ ആൻഡ് ദ ഫ്രഞ്ച് റവല്യൂഷനും ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫ്രം ഫ്രാൻസ് ടു അതർ നേഷൻസ് എന്താണ്? ഫ്രാൻസിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു ബോക്സിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. എന്താണ്? വെൻ ഫ്രാൻസ് സ്നീസസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ് കാച്ചസ് കോൾഡ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നോക്കിക്കോളൂ. ദിസ് ഈസ് ദ റിമാർക്ക് മെയ്ഡ് ബൈ മെറ്റേർണിച്ച്, ദ ഓസ്ട്രിയൻ ചാൻസലർ, ഓൺ ദ ഇമ്പാക്ട് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് ഭരണാധികാരിയായിരുന്ന മെറ്റേർണിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണിത്. എന്താണ്? വെൻ ഫ്രാൻസ് സ്നീസസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ് കാച്ചസ് കോൾഡ്. അപ്പോ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു റിമാർക്ക് പറയാൻ കാരണം? നമുക്കിവിടെ ഒരു ചാർട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷന്റെ സ്വാധീനത്തെ കുറിച്ച് പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തത്, സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. എന്താണ്? പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. അതാണ് ഒന്നാമത്തത്. ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് ഇത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. രണ്ടാമത്തത്, entered the feudal system in Europe and threatened the autocratic rule. യൂറോപ്പില് ഫ്യൂഡൽ സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ, അതിനെ സ്റ്റോപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഓട്ടോക്രാറ്റിക് റൂളിനെ എന്ത് ചെയ്തു? ഭീഷണിയാകുകയും ചെയ്തു ഫ്രഞ്ച് റവല്യൂഷൻ കാരണം. അടുത്തത്, proclaimed that nation is not merely a region but the people. എന്താണ്? രാജ്യം എന്നാൽ ഒരു പ്രദേശം മാത്രമല്ല, പക്ഷെ ജനങ്ങൾ കൂടെയാണ്. ഒരു രാജ്യം എന്നാൽ അത് ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. നാലാമത്തത്, കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾസ് സോവറിനിറ്റി. എന്താണ്? ജനകീയ പരമാധികാരം അല്ലെ? അതാണിത്. പീപ്പിൾസ് സോവറിനിറ്റി, ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യന് കൊടുത്തു. അടുത്ത എന്താ? മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തു. ലെറ്റ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം. എന്താണ്? ദേശീയത അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിച്ചു. പിന്നെന്താ? ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. ലാസ്റ്റത്തതാണ്, സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തെക്കുറിച്ച് ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഒട്ടുള്ള ഐഡിയാസ് എന്ത് ചെയ്തു? എല്ലായിടത്തും സ്പ്രെഡായി. അപ്പൊ ഇത്രയുമാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ റീഡിങ് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ? ഈ എക്സ്ട്രാ റീഡിങ് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി, അത് എക്സാമിന് വരത്തില്ല. അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് ഇത് ജസ്റ്റ് നമ്മൾ ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുന്നതാണ്. ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ഇന്ത്യ. The French Revolution influenced Tipu Sultan, the ruler of Mysore. He treated the alliance with the French as a strategy to fight against the British rule in India. He adopted the name Citizen Tipu and planted the Tree of Liberty at Srirangapatnam, his capital. He also took membership in French Club Jacobin. എന്താണ് ഇതിൽ പറയുന്നത്? ലോകത്തെ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കിയ ഒരു റവല്യൂഷൻ ആണ് ഏത്? ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെ? അപ്പോ നമ്മുടെ മൈസൂരിലെ റൂളർ ആണ് ആര്? ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തെയും ഈ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ഇവിടെ പറയുന്നുണ്ട് അല്ലെ? പിന്നെന്താ? ടിപ്പു സുൽത്താനെയും ഈ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയായിട്ട് പോരാടാനുള്ള ഒരു തന്ത്രമായിട്ട് ടിപ്പു എന്ത് ചെയ്തു? ഈ ഫ്രഞ്ചുമായിട്ടുള്ള ഒരു അലയൻസിനെ കണക്കാക്കി.
അപ്പോ ഇതിന്റെ ഫലമായിട്ട് പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം, അതാണ് ട്രീ ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്, നടുകയും ഫ്രഞ്ച് ക്ലബായ ജക്കോബിനില് അംഗമാകുകയും ചെയ്തു ടിപ്പു സുൽത്താൻ. അതാണ് ഇവിടെ പറയുന്നത്. അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, എക്സാമിന് വരുന്നതല്ല. അദ്ദേഹം ജക്കോബിനിൽ അദ്ദേഹം മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തു. അടുത്ത എന്താണ്? അടുത്ത താഴെ വീണ്ടും നമുക്കൊരു ബോക്സ് കാണാം. A part of Declaration of the Rights of Man and of the Citizen passed by French National Assembly is given below. Discuss how far the aims and slogans of French Revolution are reflected in it. എന്താണ്? ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പാസ്സാക്കിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ചില ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിക്ലറേഷൻ അല്ലെ? ഇത് വായിച്ചിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ലക്ഷ്യങ്ങളും മുദ്രാവാക്യങ്ങളും എത്രമാത്രമാണെന്ന് ചർച്ച ചെയ്യുക എന്നാണ് ഈ ബോക്സിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കോളൂ. Men are born and remain free and equal in rights. എന്താണ്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. അടുത്തതെന്താ? The aim of all political associations is the preservation of natural and imprescriptible rights of man. These rights are liberty, property, സെക്യൂരിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ടു ഓപ്പറേഷൻ. എന്താണ്? എല്ലാ പൊളിറ്റിക്കൽ അസോസിയേഷന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാഭാവികവും അതുപോലെ തന്നെ അദൃശ്യവുമായിട്ടുള്ള റൈറ്റുകളെ, അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് അല്ലെ? അപ്പോ ദീസ് റൈറ്റ്സ് ആർ, ഈ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലിബർട്ടി, പ്രോപ്പർട്ടി, സെക്യൂരിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ടു ഓപ്പറേഷൻ. എന്താണ്? സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയാണ്. അപ്പൊ ഇതെല്ലാം പൊളിറ്റിക്കൽ അസോസിയേഷന്റെ എയിം ആണ് അല്ലെ? മനുഷ്യന്റെ റൈറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അടുത്ത എന്താ? ദ പ്രിൻസിപ്പിൾ ഓഫ് ഓൾ സോവറിനിറ്റി റിസൈഡ്സ് എസെൻഷ്യലി ഇൻ ദ നേഷൻ അല്ലെ? എന്താണ് പറയുന്നത്? എല്ലാ പരമാധികാരവും രാജ്യത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കുടികൊള്ളുന്നത് അല്ലെ? Liberty consists in the freedom to do everything which injures no one else. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിലുള്ളത്. അതായത് നമുക്ക് കിട്ടിയ ഫ്രീഡം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ബാക്കിയുള്ളവർ എന്ത് ചെയ്യാൻ പാടില്ല? അത് വെച്ചിട്ട് നമ്മൾ അവരെ ഹേർട്ട് ചെയ്യാനൊന്നും പാടില്ല. നമുക്കുള്ളത് നമ്മൾ എൻജോയ് ചെയ്യുക, അതാണ് പറയുന്നത്. അടുത്ത എന്താ? ലോ ക്യാൻ ഓൺലി പ്രൊഹിബിറ്റ് സച്ച് ആക്ഷൻസ് as are hurtful to society. എന്താണ്? Law can only prohibit such actions as are hurtful to society. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ എന്നും പറയുന്നു. അപ്പൊ ഇതാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസണിൽ പറയുന്ന കാര്യം. ഓക്കെ, അപ്പോ ഇതും ഇമ്പോർട്ടന്റ് ആണ്, നോയിക്കോണേ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് നെപ്പോളിയൻ ആൻഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. നെപ്പോളിയനും ഫ്രഞ്ച് റവല്യൂഷനും എന്താണ് നോക്കാം. The French, who revolted for noble aim, had to survive under the autocratic rule of Napoleon Bonaparte for a short period. എന്താണ്? മഹത്തായ ലക്ഷ്യങ്ങൾക്കായിട്ടാണ് ഫ്രഞ്ചുകാർ ഈ ഒരു റവല്യൂഷൻ നടത്തിയത് അല്ലെ? അപ്പോ അവർക്ക് കുറച്ചു കാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഓട്ടോക്രാറ്റിക് റൂളിന്റെ കീഴിൽ കഴിയേണ്ടി വന്നു. എന്താണ് ഓട്ടോക്രാറ്റിക് റൂൾ? ഏകാധിപത്യ ഭരണം അല്ലെ? കുറച്ചു കാലം നെപ്പോളിയൻ പറയുന്ന പോലെയൊക്കെ ഇവർക്ക് അനുസരിക്കേണ്ടി വന്നു. Napoleon played a crucial role in defeating the European alliance which was formed under the leadership of Britain against France in the post-revolution period. എന്താണ്? ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടീഷിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരെയായിട്ട് രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ നെപ്പോളിയൻ ആണ് അല്ലെ? He seized the power in France in 1799. എന്താണ്? 1799 അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. Though an autocrat, he instituted several reforms in France. എന്താണ്? ഒരു ഏകാധിപതി ആയിരുന്നെങ്കിലും ഒരുപാട് പരിഷ്കാരങ്ങൾ അദ്ദേഹം ഫ്രാൻസിൽ കൊണ്ടുവന്നു.
Those reforms were stimulated by the ideas and aims of the French Revolution. എന്താണ് ഈ പരിഷ്കാരങ്ങളെല്ലാം തന്നെ ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു. അപ്പോ നെപ്പോളിയൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ എന്തൊക്കെ റിഫോംസ് ആണ് പുതിയതായിട്ട് ഉണ്ടാക്കിയതെന്ന് നോക്കാം. എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് നടത്തിയതെന്ന് നോക്കാം. നോക്കൂ, ഫാമേഴ്സ് വെർ മെയ്ഡ് ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. നല്ല കാര്യമാണ് അല്ലെ? എന്താണ്? കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. അടുത്തെന്താ? ഫോംഡ് സിങ്കിങ് ഫണ്ട് വിത്ത് എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്. എന്താണ്? പൊതുകടം അല്ലെ? പബ്ലിക് ഡെപ്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഫണ്ട് അദ്ദേഹം രൂപീകരിച്ചു. മൂന്നാമത്തത്, കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. എന്താണ്? ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരുപാട് റോഡ് കൺസ്ട്രക്ട് ചെയ്തു. എക്സസൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി. എന്താണ്? പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. മറ്റത് എങ്ങനെയാണ്? ക്ലർജി, നോബിൾസ് അല്ലെ? പിന്നെ വരുന്ന ആണ് നമ്മുടെ തേർഡ് എസ്റ്റേറ്റുകാർ. അതിൽ ടീച്ചേഴ്സ്, ലോയേഴ്സ്, അവരൊക്കെ അല്ലെ? അപ്പോ ക്ലർജി, നോബിൾസ് ആയിരുന്നു ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരുന്നത് അല്ലെ? രാജാവ് ഉണ്ട്, കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ രണ്ട് എസ്റ്റേറ്റ്സ് മാത്രമായിരുന്നു. അപ്പോ നമ്മുടെ നെപ്പോളിയൻ വന്നിട്ട് എന്ത് ചെയ്തു? പുരോഹിതന്മാരുടെ മേലെ രാജ്യത്തിന്റെ നിയന്ത്രണം കൊണ്ടുവന്നു. പിന്നെന്താ? എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈങ് ദ എക്സിസ്റ്റിംഗ് ലോസ്. എന്താണ്? നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമ സംഹിതയുണ്ടാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നെപ്പോളിയൻ ഫ്രാൻസിൽ വന്ന് ചെയ്തത്. നല്ല കാര്യങ്ങളാണല്ലേ? അദ്ദേഹം ഓട്ടോക്രാറ്റിക് ഒരു ഏകാധിപതി ആണെങ്കിൽ പോലും എന്താണ് നല്ല കാര്യങ്ങൾ ഫ്രാൻസിൽ ചെയ്തു. ഇൻ ഫ്രാൻസ് നാഷണലിസം സ്ട്രെങ്തൻഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് നെപ്പോളിയൻ. നെപ്പോളിയന്റെ കാലഘട്ടത്തിലാണ് ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടത്. വൺ ബൈ വൺ ഹി ഇൻവേഡഡ് ദ യൂറോപ്യൻ കൺട്രീസ്. The European countries feared that reforms of Napoleon would spread all over Europe. എന്താണ്? യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായിട്ട് എന്ത് ചെയ്തു? നെപ്പോളിയൻ ആക്രമിക്കുകയും തന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലെ ആകമാനം വ്യാപിക്കുമോ എന്ന് മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെടുകയും ചെയ്തു. അതായത് യൂറോപ്യൻ കൺട്രീസിനെ ഓരോന്നായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നെപ്പോളിയൻ റിഫോംസ് യൂറോപ്പില് ഫുൾ സ്പ്രെഡ് ആവുമോ എന്നവർക്ക് ഭയമാണ് യൂറോപ്യൻസിന് അല്ലെ? They organized themselves under the leadership of England. It was the ideas of French Revolution and not Napoleon that they were afraid of. എന്താണ്? നെപ്പോളിയനെ അല്ല അല്ലെ, ഫ്രഞ്ച് റവല്യൂഷനെയാണ്. ഫ്രഞ്ച് റവല്യൂഷന്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. Napoleon was defeated by European alliance in the Battle of Waterloo and lost his power in 1815. എന്താണ്? 1815 നടന്ന വാട്ടർ ഓഫ് ലൂ എന്ന് പറയുന്ന യുദ്ധത്തില് യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെട്ടു. എപ്പോഴാണ്? 1815. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് ഇവിടെ നമുക്കൊരു ബോക്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്താ? ദ കൺസെപ്റ്റ്സ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ഒരു ബോക്സിൽ. അടുത്തെന്താ? പോളിസീസ് ആൻഡ് റിഫോംസ് ഓഫ് നെപ്പോളിയൻ. നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷനിൽ അവർ പറയുന്നു റൈസ് ഓഫ് മിഡിൽ ക്ലാസ് അല്ലെ? ഫ്രഞ്ച് റവല്യൂഷൻ സംഭവിച്ചതോടുകൂടി മിഡിൽ ക്ലാസിന് ഉയർച്ച ഉണ്ടായി. എൻഡ് ഓഫ് ഫ്യൂഡലിസം അവസാനിച്ചു. നാഷണലിസം സ്പ്രെഡായി അല്ലെ? ദേശീയത എല്ലായിടത്തും സ്പ്രെഡായി. അടുത്ത് നമ്മുടെ നെപ്പോളിയന്റെ പോളിസീസ് ആൻഡ് റിഫോംസ് എന്തൊക്കെയാണ്? നമുക്ക് എന്തൊക്കെ എഴുതാം അവിടെ? സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ക്ലർജി അല്ലെ? അതാണ് നമ്മളിന്ന് പഠിച്ചത്. സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ക്ലർജി. പിന്നെന്താ? സെറ്റപ്പ് ബാങ്ക് ഓഫ് ഫ്രാൻസ് അല്ലെ? ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ? കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ എഴുതിയാൽ മതി. സെറ്റപ്പ് ബാങ്ക് ഓഫ് ഫ്രാൻസ്. പിന്നെന്താ? ഫോംഡ് സിങ്കിങ് ഫണ്ട്. പിന്നെന്താ? farmers were made owners of land.
പിന്നെന്താ, പ്രോഗ്രസ് ഇൻ ട്രാൻസ്പോർട്ട്, ഒത്തിരി കാര്യങ്ങൾ എഴുതാം അല്ലേ. codified the laws. constructed roads. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോളിസീസ് ആൻഡ് റിഫോംസ് ഓഫ് നെപ്പോളിയനിൽ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ. ഇതിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് നമ്മുടെ നോട്ട്സ് ആൻഡ് നോട്ട്സ് സെക്ഷനിൽ കിട്ടും. ശരി, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ്, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഓരോ റവല്യൂഷനും പഠിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഇന്ന് പഠിക്കുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ ഇന്ന് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കംപ്ലീറ്റ് ചെയ്യാം, അല്ലാതെ നാളത്തേക്ക് വെക്കരുത്. കാരണം ഈ ഓരോ റവല്യൂഷനും എന്താണ് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലുള്ളത് നിങ്ങൾ ഫ്രഞ്ച് റവല്യൂഷനിൽ എഴുതും, ഫ്രഞ്ച് റവല്യൂഷനിലുള്ളത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനിൽ എഴുതും. അപ്പൊ അതിനേക്കാളും നല്ലത് നിങ്ങൾ ഓരോ റവല്യൂഷൻ ഓരോ ദിവസമായിട്ട് പഠിക്കുക. പഠിക്കുന്നത് ബൈ ഹാർട്ട് ആക്കി പഠിക്കുക, ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത്. പ്രത്യേകിച്ച് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുമ്പോൾ കാണാപ്പാഠം പഠിക്കരുത്, കഥയായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ റവല്യൂഷനും ഓരോ ദിവസം വീതം പഠിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ആൻഡ് ക്ലിയറൻസ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ശരി, അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ പഠിക്കാം.